ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മല്ലുജ്യൂസറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊരു സിമ്പിൾ വീഡിയോയുമായിട്ടാണ്. പപ്പായി, കറുമത്തി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തനി നാടൻ ഫ്രൂട്ട്. പലതരത്തിലുള്ള ജ്യൂസുകളും ഷേക്കുകളൊക്കെ നമ്മൾ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. പല ടേസ്റ്റുകളിലുള്ള, പല രൂപത്തിലുള്ള, പല സ്റ്റൈലുകളിലുള്ള ജ്യൂസുകൾ. പപ്പായയുടെ ജ്യൂസൊക്കെ കടയിൽ നിന്ന് കുടിച്ചിട്ടുണ്ടാകും, പപ്പായയുടെ ഷേക്കൊക്കെ കടയിൽ നിന്ന് കുടിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് പപ്പായയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഐറ്റവുമായിട്ടാണ് വന്നിട്ടുള്ളത്. പപ്പായ സ്മൂത്തി. പല കടകളിലും വളരെ കൂടുതൽ ആയിട്ട് വിൽക്കപ്പെടുന്ന ഒന്നാണ് സ്മൂത്തി ഐറ്റംസ്. അതിൽ നിന്നുള്ള ഒന്നാണ് പപ്പായയുടെ സ്മൂത്തി. അത് എങ്ങനെ നമുക്ക് കടയിൽ കിട്ടുന്നതിലും ഉഷാറായിട്ട് വീട്ടിൽ അടിക്കാമെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇറ്റ്സ് മീ MJ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് നമ്മളെ പപ്പായ സ്മൂത്തി. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പപ്പായ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയെ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അകത്ത് അധികം കുരുവില്ലാത്ത ടൈപ്പ് പപ്പായാണ് ഇത്. നമ്മളെ നാട്ടിൻപുറത്ത് ഉണ്ടാകുന്ന പപ്പായാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുരു ഉണ്ടാകും. കറുമത്തി പപ്പായ എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ നമുക്കത് ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കറുമത്തി ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന സ്പൂണ് 2 സ്പൂൺ ഷുഗർ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ കറുമത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി സ്മൂത്തിയിലേക്ക് മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് തൈര്. നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ അത് യൂസ് ചെയ്യുക. എൻ്റെ അത്ര വലിയ കട്ടിയില്ല. 1/3 സ്പൂൺ എന്ന തോതിൽ 6 സ്പൂൺ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി 2 ഞാലിപ്പൂവനാണ് എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് പൂവനാണ്, ഒരു 3 ചെറിയ പൂവൻ. ഇനി വലുതാണ് എന്നുണ്ടെങ്കിൽ 2 എണ്ണം 1.5 ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും 2 സ്മൂത്തിയിലേക്ക്. ഇനി 4 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കട്ടപ്പാൽ നമുക്ക് ഉടച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവകളെല്ലാം ശരിക്കും നമുക്ക് മിക്സിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പപ്പായ സ്മൂത്തി ഇവിടെ അടിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട്, വളരെ പെട്ടെന്ന് നമ്മളെ പപ്പായ സ്മൂത്തി നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ കുറച്ച് ചൊറുക്കാക്കൽ പരിപാടികളാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറി സിറപ്പൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഗ്ലാസിൻ്റെ ചുറ്റും ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൊഞ്ചാക്കി എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമ്മുടെ സ്മൂത്തി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ സ്മൂത്തിയുടെ മുകളിൽ നിങ്ങൾക്ക് പപ്പായയുടെ കട്ട് പീസുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ അനാർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ടുകളൊക്കെ അതിന് മുകളിൽ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയൊക്കെ വെച്ച് ഒന്ന് നല്ല ചുറുക്കാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ കടയിൽ കിട്ടുന്നത് പോലെയുള്ള സ്മൂത്തി നമ്മളുടെ മുന്നിൽ റെഡിയാണ്. അപ്പോൾ കടയിൽ കിട്ടുന്നതും ഉഷാറായിട്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ പപ്പായയുടെ സിമ്പിളായിട്ടുള്ള ഈ സ്മൂത്തി വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ MJ.